നമസ്തേ. രാജ്യം രാജ്യാന്തരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കേരളത്തിൽ BJPക്ക് പുതിയ ഇടം, പുതിയ ടീം. MT രമേശും ശോഭാ സുരേന്ദ്രനും S സുരേഷും അനൂപ് ആന്റണിയും ജനറൽ സെക്രട്ടറിമാർ. മുൻ DGP R ശ്രീലേഖയും ഷോൺ ജോർജും C കൃഷ്ണകുമാറും അടക്കം 10 ഉപാധ്യക്ഷന്മാർ. 10 സെക്രട്ടറിമാരെയും പ്രഖ്യാപിച്ച് രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിൽ. രാത്രി 10-ന് തലസ്ഥാനത്ത്. BJP സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം നാളെ. വാർഡ് തല നേതൃയോഗങ്ങളിലും പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ വൻ വിജയമെന്ന അജിത് ഡോവൽ. 3 പാക് വ്യോമത്താവളങ്ങൾ ആക്രമിച്ചു. 9 ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. कारण माओवादी जी चळवळ आहे ती 8 राज्यात आहे. त्या 8 राज्यातल्या 5च राज्यात ती उरलेली आहे. त्यातल्या 4 राज्यांनी कायदा केलेला आहे, एक आपण उरले. മാവോയിസ്റ്റുകൾക്ക് മുന്നറിയിപ്പുമായി ദേവേന്ദ്ര ഫഡ്നാവിസ്. സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ബിൽ പാസാക്കി മഹാരാഷ്ട്ര സർക്കാർ. കമ്മ്യൂണിസ്റ്റ് ഭീകരത പൂർണ്ണമായി തുടച്ചു നീക്കുക ലക്ഷ്യം. പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനത്തെ പരിഹസിച്ച പഞ്ചാബ് മുഖ്യമന്ത്രിക്കെതിരെ വിദേശകാര്യ മന്ത്രാലയം. ഭഗവന്ത് മാന്റെ പരാമർശം നിരുത്തരവാദപരം. പ്രസ്താവനകൾ തള്ളിക്കളയുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം. കേന്ദ്ര സർക്കാരിനെ വീണ്ടും പ്രശംസിച്ച് ഡോക്ടർ ശശി തരൂർ. മോദി സർക്കാർ ദേശീയതയ്ക്കൊപ്പം. രാജ്യത്തെ അടിസ്ഥാന നയങ്ങൾ അപ്പാടെ മാറി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ഭാരതം ഏറെ മുന്നിലെന്നും MP. നിമിഷപ്രിയയുടെ വിവരങ്ങൾ തേടി അറ്റോർണി ജനറൽ. നീക്കം സുപ്രീം കോടതി തിങ്കളാഴ്ച കേസ് പരിഗണിക്കാനിരിക്കെ ഇടപെടൽ തേടി പ്രധാനമന്ത്രിക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും കത്ത്. ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒഴിയുന്നതായി സൂചന. വെടിനിർത്തൽ ധാരണ ഉടൻ നടപ്പിലാക്കുമെന്ന് ഇസ്രായേൽ. ആദ്യഘട്ടം ബന്ദികളുടെ മോചനം സാധ്യമാക്കുമെന്ന് നെതന്യാഹു. വിശദമായ വാർത്തകളിലേക്ക്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് സദാനന്ദൻ മാസ്റ്ററുടെ വീട്ടിൽ നിന്നും തത്സമയം മിഥുൻ പിള്ള കൂടി ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് വിവരങ്ങൾ? വിഷ്ണു, ഞാനിപ്പോൾ BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അതായത് പുതിയ സംസ്ഥാന വൈസ് പ്രസിഡന്റ് C സദാനന്ദൻ മാസ്റ്ററുടെ വീട്ടിലാണുള്ളത്. പുതിയ ചുമതലകൾ, പുതിയ ഉത്തരവാദിത്തങ്ങൾ, മാഷെ എന്താണ് പറയാനുള്ളത്? കേരളത്തെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടി ഏറെ നിർണായകമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. നിർണായകമായ സാഹചര്യം എന്ന് പറയുന്നത് പരമ്പരാഗതമായ രാഷ്ട്രീയ ശൈലി അവലംബിക്കുന്ന 2 മുന്നണികൾ പരസ്പരം പോരടിച്ചും ജനങ്ങളെ അവരുടെ പക്ഷത്തേക്ക് നിർത്താൻ വേണ്ടിയുള്ള ചില ചെപ്പടി വിദ്യകൾ കാണിച്ചുമൊക്കെ കേരളത്തിലെ ജനങ്ങളെ വർഷങ്ങളായി വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന 2 മുന്നണികൾ. അതിനിടയിൽ ദേശീയ രാഷ്ട്രീയത്തോടൊപ്പം സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു സമൂഹമാക്കി കേരളത്തെ പരിവർത്തിതമാക്കി കേരളത്തിൽ ഒരു പുതിയ പരിവർത്തനം സാധ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിനിണങ്ങുന്ന ഒരു മുദ്രാവാക്യം, ഇപ്പം വികസിത കേരളം എന്നൊരു സങ്കല്പം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ആ വികസിത കേരളത്തിലേക്ക് സമൂഹത്തെ നയിക്കാൻ ഉതകുന്ന തരത്തിലുള്ള സംഘടനാ സംവിധാനം, അതാണ് പാർട്ടിയുടെ സ്വപ്നം. ആ സംഘടനാ സംവിധാനം ഇപ്പോൾ സംസ്ഥാന തലത്തിൽ മാത്രമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി സംഘടനാ സംവിധാനം ആ നിലയ്ക്ക് ചിട്ടപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ബൂത്ത് തലം മുതൽ ഇപ്പോൾ സംസ്ഥാന തലം വരെ പരിപൂർണമായി അത് സജ്ജമായി കഴിഞ്ഞു. ഇനി പാർട്ടിയുടെ സമഗ്രമായ പരിവർത്തനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരു ദൗത്യമാണ് പുതിയതായി നിയോഗിക്കപ്പെട്ട സംസ്ഥാന സമിതിക്കുള്ളത്. ഒരുപാട് വെല്ലുവിളികൾ മുന്നിൽ നിൽക്കുന്നുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളും മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതിനൊക്കെ ഏത് രീതിയിൽ തരണം ചെയ്ത് മുന്നേറാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്ത് മുന്നേറാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പുതിയ ടീമിന്? തീർച്ചയായിട്ടും പ്രതിസന്ധികൾ അവസരങ്ങളാക്കി മാറ്റുക, അതാണ് പാർട്ടിയുടെ ഒരു രീതി, സംഘടനയുടെ ഒരു രീതി അതാണല്ലോ.
പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ കേരളത്തിലെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ രണ്ട് മുന്നണികൾക്കും ഇടയിൽപ്പെട്ട് എന്താണ് ഭാരതീയ ജനതാ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾ, എന്താണ് പാർട്ടിയുടെ ലക്ഷ്യങ്ങൾ എന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് വേണ്ടതുപോലെ മനസ്സിലാക്കാനുള്ള സാഹചര്യം സൗകര്യപൂർവ്വം നിഷേധിക്കപ്പെടുകയാണ്. അപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നായാലും മുഖ്യധാര മാധ്യമങ്ങളെന്ന് പറയുന്ന ആളുകളൊക്കെ പല രീതിയിൽ പാർട്ടിയുടെ പ്രതിച്ഛായ അത്ര നല്ലതാണെന്ന് വരുത്തി തീർക്കാൻ ആഗ്രഹിക്കാത്ത ആളുകളുണ്ട് മാധ്യമരംഗത്തൊക്കെ. അവരൊക്കെ കിണഞ്ഞു പരിശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടും ഈ രണ്ട് മുന്നണികളും പാർട്ടിയെ എതിർക്കുന്നതിൽ ഒറ്റക്കെട്ടാണ് എന്നുള്ളത് കൊണ്ടും അതാണ് പാർട്ടിയെ സംബന്ധിച്ചുള്ളൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. പക്ഷേ ആ പ്രതിസന്ധി ഞങ്ങൾക്ക് അവസരമാണ്. കാരണം ഈ രണ്ട് കൂട്ടരും ഏത് തരത്തിലുള്ളവരാണ്. ഇപ്പം നമുക്കറിയാലോ, സാധാരണ പറയാറുണ്ടല്ലോ, കേരളം വിട്ടുകഴിഞ്ഞാൽ രണ്ട് കൂട്ടരും ഒന്നാണ്. ഇപ്പം ഇന്നലെ തന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ട ഒരു ചിത്രം MA ബേബിയും രാഹുൽ ഗാന്ധിയും അടുത്തടുത്ത് നിന്നുകൊണ്ട് ജനങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇതൊരു തരം ആത്മവഞ്ചനയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിനെതിരെ പടപൊരുതുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ച് അതൊരു പ്രതിസന്ധിയാണ് എങ്കിൽ തന്നെയും അതൊരു ഒന്നാന്തരം അവസരം കൂടിയാണ്. ഈ രണ്ട് കൂട്ടരും കാണിക്കുന്ന ജനവഞ്ചന, ആത്മവഞ്ചന എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് അതിനെ കാണുന്നത്. അത് അവസരമാക്കി മാറ്റി പാർട്ടിയെ വിജയ സോപാനത്തിൽ എത്തിക്കാൻ പാർട്ടിയുടെ ബൂത്ത് തലം മുതലുള്ള ടീമിന് സാധ്യമാകും. പക്ഷേ ഇത് രണ്ടാമത്തെ ഒരു അവസരമാണ് വീണ്ടും വരുന്നത്. കഴിഞ്ഞ തവണയും ചുമതലയുണ്ടായിരുന്നു, ഇത്തവണയും ചുമതലയിലുണ്ട്. പക്ഷേ മാത്രമല്ല ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഇന്നത്തെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരും പാർട്ടി അണികളും ഒക്കെ തന്നെയാണ് അതിന് കാരണമായിട്ടുള്ളത്. അപ്പം ഈ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെ നമ്മൾ ഈ പ്രവർത്തന രംഗത്ത് സജീവമാകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും അതിപ്പം നമ്മുടെ ശരീരം ഒരു വിഷയമല്ല, മനസ്സുണ്ടെങ്കിൽ എല്ലാം അതിൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ആ മനസ്സ് രൂപപ്പെടുത്താൻ സ്വീകരിച്ച ആദർശത്തിനുള്ള കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വിഷയമായിട്ട് തോന്നാറില്ല, ഒരു പരിമിതിയായിട്ട് തോന്നാറില്ല. എന്നാൽ സാധാരണ നിലയ്ക്ക് ഒരു എല്ലാ തരത്തിലും ഓടിച്ചാടി നടക്കാൻ സാധിക്കുന്ന ഒരാളെന്ന രീതിയിൽ പറ്റില്ലെങ്കിലും പറ്റാവുന്ന പല കാര്യങ്ങളുമുണ്ടല്ലോ. പാർട്ടി ആ നിലയ്ക്ക് തന്നെയാണ് നമ്മളെ ചുമതല ഏൽപ്പിക്കുന്നതും. ഇങ്ങനെയുള്ള ഓരോരുത്തരെക്കുറിച്ചും വ്യക്തമായി എന്ത് സാധിക്കും, എങ്ങനെ കഴിയും എന്നതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാർട്ടി ചുമതലക്ക് ആളുകളെ നിശ്ചയിക്കുന്നത്. തീർച്ചയായിട്ടും ആ ചുമതല നമുക്ക് സാധ്യമാകുന്ന തരത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ്. ഈ ടീമിന് കൃത്യമായി നമുക്കറിയാം വലിയ ലക്ഷ്യങ്ങൾ മുന്നിലുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതുപോലെ ഈ ഭരണം പിടിക്കുക എന്നൊരു തരത്തിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുവാനും അതിൻ്റെ കാര്യങ്ങൾ രൂപീകരിക്കാനും ഒക്കെ ഈ കൃത്യമായ ടീമിന് സാധിക്കുമെന്ന് ഒരു പ്രതീക്ഷ തന്നെയല്ലേ മാഷ് മുന്നോട്ട്? പിന്നെന്താ, തീർച്ചയായിട്ടും. കാരണം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതിപ്പോൾ ഇപ്പോൾ ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാന ഗണം എന്നുള്ളതല്ല, അതിനു മുമ്പത്തേത് ആരംഭകാലം മുതൽ തന്നെ പാർട്ടിയുടെ കാര്യകർത്താക്കൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സാധാരണ ജനങ്ങളിലേക്ക് പാർട്ടിയുടെ ആശയങ്ങൾ എത്തിക്കുക, പാർട്ടി നടത്തുന്ന സമരപരിപാടികൾ, സേവന സംരംഭങ്ങൾ, ഇതിലൊക്കെ പൊതുസമൂഹത്തെ ഭാഗവാക്കുകളാക്കുക. അങ്ങനെ അവരെയൊക്കെ പാർട്ടി അനുഭാവികളും പാർട്ടി ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരും കാര്യകർത്താക്കൾ എന്ന തരത്തിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരിക. അതിലൂടെ സമൂഹത്തിൽ നേടിയെടുക്കുന്ന സ്വാധീനം പാർട്ടി ലക്ഷ്യം വയ്ക്കുന്ന മഹത്തായ കാര്യങ്ങളിലേക്ക് സമൂഹത്തെ നയിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അത് ഓരോ സന്ദർഭത്തിലും ചുമതലയിലേക്ക് വരുന്ന കാര്യകർത്താക്കൾ ആ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അത് വിജയം വരിക്കുകയും ചെയ്യും. ഏതായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു മാഷെ. ഏതായാലും മാഷ് ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അത് കൃത്യമായി ഈ ടീമിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കൃത്യമായി നിർവഹിക്കും. അത് വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയാണ് സദാനന്ദൻ മാസ്റ്റർ. വിഷ്ണു, ചുമതല ലഭിച്ച സദാനന്ദൻ മാസ്റ്ററാണ് ജനം TVയോട് വിവരങ്ങൾ പങ്കുവച്ചത്. മിഥുൻ പിള്ളയാണ് മറ്റു വിവരങ്ങൾ കൂടി നൽകിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് കേരളത്തിൽ രാത്രി 10 മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തുന്ന ആഭ്യന്തരമന്ത്രിയെ BJP പ്രവർത്തകർ ചേർന്ന് സ്വീകരിക്കും. BJP സംസ്ഥാന കാര്യാലയം നാളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നാടിന് സമർപ്പിക്കും. തുടർന്ന് വാർഡ് തല നേതൃയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എത്രത്തോളമാണ് ഒരുക്കങ്ങൾ? വിഷ്ണു, ഒരു ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ മണിക്കൂറിലൂടെയാണ് BJPയുടെ സംസ്ഥാന കാര്യാലയം കടന്നു പോകുന്നതിൻ്റെ അവസാനഘട്ട ഒരുക്കത്തിലേക്കൊക്കെയാണ്. ഇനിയിപ്പോൾ രാത്രി 10 മണിയോടുകൂടി ദേശീയ ചുമതലയുള്ള നേതാക്കന്മാർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വരവാണ്. ആഭ്യന്തരമന്ത്രി രാത്രി 10 മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തുകയാണ്. തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒപ്പം തന്നെ പുതിയ ചുമതല നൽകിയിട്ടുള്ള ജനറൽ സെക്രട്ടറിമാർ അടക്കമുള്ളവരുടെയും സംസ്ഥാന
സംസ്ഥാന ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം സ്വകാര്യ ഹോട്ടലിലേക്ക് പോവുകയും ചെയ്യും. നാളെ രാവിലെ 11 മണിക്കാണ് BJPയുടെ സംസ്ഥാന കാര്യാലയം ഒരുപക്ഷെ 2 പതിറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം കാത്തിരിപ്പിനൊക്കെ ഒടുവിൽ അത് ഔദ്യോഗികമായി നാടിന് സമർപ്പിക്കുന്നത്, പ്രവർത്തകർക്ക് സമർപ്പിക്കുന്നത്. അതിൻ്റെ ഒരു അവസാനഘട്ട ഒരുക്കത്തിലേക്കൊക്കെയാണ് സംസ്ഥാന കാര്യാലയം കടന്നുകൊണ്ടിരിക്കുന്നത്. അവസാനഘട്ട ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്ലീനിങ് അടക്കമുള്ള നടപടികളിലേക്കൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സംസ്ഥാന ഭാരവാഹികൾ, വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് സംസ്ഥാന കാര്യാലയത്തിന് ഉള്ളിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങെന്ന് പറയുന്നത് എനിക്ക് പിന്നിലായി കാണുന്ന മാരാർജിയാണ്. ഈ മാരാർജിയുടെ വെങ്കല പ്രതിമ അത് നാളെ ഔദ്യോഗികമായി അദ്ദേഹം അനാച്ഛാദനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നു, സ്റ്റേറ്റ് ഓഫീസിന് സമർപ്പിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. നാളെ രാവിലെ 11 മണിയോടുകൂടി അദ്ദേഹം ഇവിടേക്ക് എത്തും. എത്തിയതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കവാടത്തിന് മുൻപിലായി ഒരു കൊടിമരമുണ്ട്. അതിൽ BJPയുടെ പതാക ഉയർത്തും. അതിന് തൊട്ടടുത്തായി അദ്ദേഹം ഒരു വൃക്ഷത്തൈ നടുന്നുണ്ട്. വൃക്ഷത്തൈ നട്ടതിന് ശേഷം പ്രധാന കവാടത്തിലൂടെ അകത്തേക്ക് കയറും. അവിടെ ഒരു റിബൺ കട്ടിംഗ് ഉണ്ട്. തൊട്ട് കോറിഡോറിന് സമീപത്തായി തന്നെ ഒരു കോമൺ സ്പേസിൽ ഒരു നിലവിളക്ക് വെക്കുന്നുണ്ട്. ആ നിലവിളക്ക് കത്തിക്കും. ആ നിലവിളക്കും കത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ ഒരു ഭാഗത്തേക്ക് എത്താൻ പോകുന്നത്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള പ്രത്യേകതകൾ നിറഞ്ഞൊരു സ്റ്റേറ്റ് ഓഫീസാണ്. മറ്റൊരു രാഷ്ട്രീയ കക്ഷിക്കും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള സംവിധാനങ്ങളുള്ള ഒരു സ്റ്റേറ്റ് ഓഫീസാണ്. വളർന്നു വരുന്നൊരു പാർട്ടി കൂടിയാണ്. വോട്ട് ഷെയർ അടക്കം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഭാവിയിലൊരു BJPയുടെ മുഖ്യമന്ത്രി അടക്കം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനം കടന്നു പോവുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ ഈ ഒരു സ്റ്റേറ്റ് ഓഫീസിലുണ്ട്. ഈ ഒരു മാരാർജിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തതിന് ശേഷം അദ്ദേഹം ഇവിടെ ചില പ്രവർത്തകരുമായിട്ടും ഒപ്പം തന്നെ സംസ്ഥാന ഭാരവാഹികളും ഒക്കെ ആയിട്ട് ഒരു ചെറിയ യോഗം നടത്തുന്നുണ്ട്. ആ യോഗം വളരെ സീക്രസിയോടുകൂടി തന്നെയാണ്. മാധ്യമങ്ങൾക്കൊന്നും അതിൽ പ്രവേശനമില്ല. ആ യോഗത്തിന് ശേഷം നേരെ അദ്ദേഹം പോകുന്നത് 11:00 പുത്തരിക്കണ്ടം മൈതാനത്തേക്കാണ്. പുത്തരിക്കണ്ടം മൈതാനത്തെത്തി അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപരിപാടി ചടങ്ങുള്ളത്. അവിടെ അദ്ദേഹം ആ പരിപാടി എന്ന് പറയുന്നത് വാർഡ് തല നേതൃ സംഗമമാണ്. ഏകദേശം 25,000-ലധികം വരുന്ന പ്രതിനിധികൾ അതിൽ പങ്കെടുക്കുമെന്നുള്ളതാണ്. ഓരോ വാർഡുകളിലെയും പ്രതിനിധികളുണ്ട്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നൽകിയിട്ടുള്ള പ്രത്യേക സമിതിയുണ്ട്. ആ സമിതി അംഗങ്ങളടക്കമുള്ളവർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു വിപുലമായ പരിപാടിക്കാണ് അവിടെ തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ഇവിടെ എത്തി അവസാനഘട്ട ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ പരിശോധിക്കുകയും ചെയ്യും. അതിനുശേഷം നാളെ രാവിലെയാണ് ആ വിപുലമായ ചടങ്ങ് നടത്താൻ പോകുന്നത്. പക്ഷേ ഫെബ്രുവരിയിൽ നടന്ന പാലുകാച്ചൽ ചടങ്ങ് നമുക്കറിയാം. ആ ഒരു പാലുകാച്ചൽ ചടങ്ങിനുള്ള ആവേശവും ഒക്കെ. അപ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള മിഷൻ 2025 അടക്കം പ്രഖ്യാപിക്കുന്നതടക്കമുള്ള ചടങ്ങുകൾ, പരിപാടികളൊക്കെ നാളത്തെ ഈ ഒരു പരിപാടിയിൽ വാർഡുതല നേതൃസംഗമ പരിപാടിയിൽ ഉണ്ട്. എന്തായിരിക്കും അമിത്ഷാ പ്രഖ്യാപിക്കാൻ പോകുന്ന ആ മിഷൻ 2025 എന്നുള്ളതാണ് നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്, കേൾക്കാനായി കാത്തിരിക്കുന്നത്. ഒപ്പം തന്നെ നിലവിൽ നടക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ആ രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെ എന്തൊക്കെ പ്രതികരണങ്ങളായിരിക്കും BJPയുടെ ദേശീയ ചുമതലയുള്ള അല്ലെങ്കിൽ BJPയുടെ തന്നെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. നമ്മൾ തൊട്ടടുത്ത് കാണാം ആ ഒരു ശിലാഫലകം. ഈ ശിലാഫലകമാണ് നാളെ അനാച്ഛാദനം ചെയ്യാൻ പോകുന്ന ഒന്ന്. അദ്ദേഹം ഇവിടെ എത്തി. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് എന്തായാലും വർണ്ണാഭമായ ഒരുക്കങ്ങൾ തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്വീകരിക്കാനായി ഒരുങ്ങുന്നത്. ശാലിനിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്. ഭാരതാംബയെ ഏറ്റെടുത്ത JNU ഉപരാഷ്ട്രപതി പങ്കെടുത്ത ചടങ്ങ് ആരംഭിച്ചത് ഭാരതാംബ പൂജയോടെ. യൂണിവേഴ്സിറ്റിയിൽ നടന്ന ത്രിദിന വിദ്യാഭ്യാസ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചത്. ഭാരത് മാതാ ചിത്രം ഉപയോഗിക്കുന്നതിനെതിരെ കേരളത്തിൽ SFI പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് JNUവിൽ ഔദ്യോഗിക പരിപാടിയിൽ ചിത്രം ഉപയോഗിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേർന്നുണ്ട്. ശ്രീകാന്ത്, എന്തായാലും അനാവശ്യ വിവാദങ്ങൾ വലിച്ചിഴയ്ക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയല്ലേ ഇത്? ഒരു കാലത്ത് ഇടത് കോട്ടയെന്ന് അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് JNU. ആ JNUവിലെ കാര്യങ്ങൾ പിന്നീട് പാടെ മാറുകയും ദേശീയ പ്രസ്ഥാനങ്ങൾ അവിടേക്ക് കടന്നു ചെല്ലുകയും ചെയ്തു. അവിടെയാണ് ഇപ്പോൾ ഭാരത് മാതാ പൂജയോടെ, അവിടുത്തെ ഒട്ടുമിക്ക പരിപാടികളും ഭാരത് മാതാ പൂജയോടെയാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ പങ്കെടുത്ത ഒരു ത്രിദിന വിദ്യാഭ്യാസ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങുണ്ടായിരുന്നു. അത് ആരംഭിച്ചതും ഭാരത് മാതാ പൂജയോടെ തന്നെയാണ്. ഭാരത് മാതാ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിയിച്ചു, പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ജഗ്ദീപ് ധൻഖറും അതോടൊപ്പം അവിടെയുള്ള മുഴുവൻ ആളുകളും, ആ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും ഈ ചടങ്ങ് തന്നെ ആരംഭിച്ചത്. JNU രാജ്യം കണ്ട ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് JNU. ആ JNU ആണ് ഈ ഭാരതാംബയെ, ഭാരത് മാതാവിനെ ഏറ്റെടുത്തിരിക്കുന്നത്. കേരളത്തിൽ SFI പോലെയുള്ള സംഘടനകൾ
കേരള യൂണിവേഴ്സിറ്റിയിൽ അടക്കം വിവിധയിടങ്ങളിൽ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്നുണ്ട്. ഗവർണറുടെ വാസസ്ഥലം കൂടിയ രാജ്ഭവനിൽ ഭാരത് മാതാ ചിത്രം ഉപയോഗിക്കുന്നതിനെതിരെ സർക്കാരും മന്ത്രിമാരും രംഗത്ത് വരുന്ന കാഴ്ചകൾ കാണുന്നു. ഇതിനിടെയാണ് ദേശീയ തലസ്ഥാനത്ത്, രാജ്യ തലസ്ഥാനത്ത് ഉപരാഷ്ട്രപതി തന്നെ JNUവിൽ പങ്കെടുത്തുകൊണ്ട് ഭാരത് മാതാ പൂജയോടുകൂടി കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ JNUവിൽ നടക്കുന്ന എല്ലാ പരിപാടികളിലും ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഒരു കാലത്ത് ഓർക്കണം, ഇടത് ഉരുക്കുകോട്ട, ഇടത് രാക്ഷസൻ കോട്ടയായിരുന്നു JNU ഒക്കെ പാടെ തകർന്നടിഞ്ഞതിൻ്റെ സൂചന കൂടിയാണ് ഭാരത് മാതാ പൂജയോടെയുള്ള ഈ പരിപാടികൾ നടക്കുന്നത്. എന്തായാലും SFI ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ മന്ത്രിമാരടക്കമുള്ളവർക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കുന്ന സ്ഥലം കൂടിയാണ് അവിടം. അവിടുത്തെ മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രിക്ക്, എല്ലാവർക്കും രാജ്യ തലസ്ഥാനത്തേക്ക് നോക്കി ഈ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ രാജ്യം എങ്ങനെയാണ് ഭാരതാംബയെ ഏറ്റെടുക്കുന്നത് എന്ന്. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും വാർത്തകളിലേക്ക്. നരേന്ദ്രമോദി സർക്കാരിനെ പ്രശംസിച്ച് ശശി തരൂർ. 78 വർഷത്തിനിടെ ആദ്യമായി രാജ്യത്തെ അടിസ്ഥാന നയങ്ങൾ മാറിയെന്ന തരൂർ വ്യക്തമാക്കി. വിദേശ നയത്തിലും രാഷ്ട്രീയത്തിലും അത് പ്രതിഫലിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ രാജ്യം ഏറെ മുന്നോട്ട് പോയതായി ബ്രിട്ടനിലെ പരിപാടിയിൽ തരൂർ സൂചിപ്പിച്ചു. ബ്രിട്ടനിൽ നടന്ന പരിപാടിക്കിടെയാണ് ശശി തരൂർ നരേന്ദ്രമോദി സർക്കാരിനെ പ്രശംസിച്ചത്. 78 വർഷത്തിനിടെ ആദ്യമായി രാജ്യത്ത് അടിസ്ഥാന നയങ്ങൾ മാറിയെന്ന് തരൂർ പറഞ്ഞതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. അടിസ്ഥാന നയങ്ങളിലെ മാറ്റം വിദേശ നയത്തിലും രാഷ്ട്രീയത്തിലും പ്രകടമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ശക്തമായ ദേശീയവാദമാണ് BJP സർക്കാർ ഉയർത്തുന്നത്. വികേന്ദ്രീകൃതമായ ഭരണത്തിലല്ല, മറിച്ച് കേന്ദ്രീകൃത ഭരണത്തിലാണ് BJP വിശ്വസിക്കുന്നതെന്നും തരൂർ പറഞ്ഞു. രാജ്യത്ത് എല്ലാ തലത്തിലും പ്രകടമായ മാറ്റമുണ്ട്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് വലിയ ഉദാഹരണമെന്ന് ശശി തരൂർ ചൂണ്ടിക്കാട്ടിയതായി ചില വാർത്താ ഏജൻസികൾ വ്യക്തമാക്കുന്നു. നെഹ്റു കുടുംബത്തെ പേരെടുത്ത് വിമർശിച്ച് മണിക്കൂറുകൾ തികയും മുമ്പ് നരേന്ദ്രമോദി സർക്കാരിനെ ശശി തരൂർ പ്രശംസിച്ച വാർത്ത കൂടി പുറത്തുവന്നതോടെ കോൺഗ്രസിൽ അമർഷം പുകയുകയാണ്. തരൂരിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. കർശനവും ക്രൂരവുമായ അടിയന്തരാവസ്ഥ അത്യാവശ്യമെന്ന് കരുതിയത് ഇന്ദിരയാണെന്നും മകൻ സഞ്ജയ് നടത്തിയത് കൊടും ക്രൂരതകളാണെന്നും 50 വർഷങ്ങൾക്കിപ്പുറവും അടിയന്തരാവസ്ഥ കാലഘട്ടം ഭാരതീയരുടെ ഓർമ്മകളിൽ മായാതെ നിൽക്കുമെന്നും ശശി തരൂർ കഴിഞ്ഞ ദിവസം ലേഖനം എഴുതിയിരുന്നു. ജനം, ഡൽഹി. എരുമേലിയിൽ നിർമ്മിക്കാനിരിക്കുന്ന ശ്രീ വാബുര സ്വാമി ക്ഷേത്രത്തിന്റെ സങ്കല്പ പൂജയും ശിലാപൂജയും നടന്നു. ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങുകൾക്ക് രാജേഷ് പോറ്റി കാർമ്മികത്വം വഹിച്ചു. സ്വാമി ഭാർഗവറാം RSS ദക്ഷിണ കേരള പ്രാന്ത പ്രചാരക സുദർശനൻ, വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന അധ്യക്ഷൻ വിജി തമ്പി, ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ, ദേശീയ ജോയിന്റ് ജനറൽ സെക്രട്ടറി G സ്ഥാണുമലയൻ, സംസ്ഥാന ട്രഷറർ V ശ്രീകുമാർ, രവീന്ദ്രൻ വിളമ്പത്ത്, ഭൂവുടമ ജോഷി പ്രഭാകർ എന്നിവർ സന്നിഹിതരായി. തീർച്ചയായിട്ടും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ഇപ്പോൾ BJP ജനറൽ സെക്രട്ടറി MD രമേശ് മാധ്യമങ്ങളെ കാണുന്നു. പുതിയ ടീമിന്റെ മുന്നിലുള്ള ആദ്യത്തെ വെല്ലുവിളി, ആ വെല്ലുവിളി കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നല്ല രീതിയിൽ BJP വിജയിപ്പിക്കാൻ സാധിക്കും എന്ന ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട്. കാരണം BJP കേരളത്തിൽ പ്രവർത്തിക്കുന്നത് നിഷേധാത്മക രാഷ്ട്രീയത്തിലൂടെയല്ല, അത് സകാരാത്മക രാഷ്ട്രീയത്തിലൂടെയാണ്. ആ രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒരു സാധ്യതയുമില്ല, കാരണം അതിൻ്റെ ആവശ്യമില്ല. BJPക്ക് ഭാരവാഹികളെ പ്രഖ്യാപിക്കാനൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംഘടനാപരമായ രീതികളുണ്ട്. ഏതെങ്കിലും ഒരാൾ ഒറ്റക്കെടുക്കുന്ന തീരുമാനമല്ല BJPയുടേത്. ആവശ്യമായിട്ടുള്ള കൂടിയാലോചനകൾ എല്ലാ തലത്തിലും നടത്തി പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ചർച്ച ചെയ്ത് അവരുടെ കൂടെ അനുമതിയോടുകൂടിയാണ് സംസ്ഥാന ഭാരവാഹിയുടെ പട്ടിക പ്രസിദ്ധീകരിക്കുക. കഴിഞ്ഞ കുറേ ദിവസമായി ഭാരവാഹി പട്ടിക പ്രസിദ്ധീകരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ വാർത്ത കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ അത് പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുമ്പിലായിരുന്നു. കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്ത് ആ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് ഭാരവാഹി പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നത്. ഈ പട്ടികയിൽ പാർട്ടിയിൽ നേരത്തെ ചുമതല വഹിച്ച ആളുകളുണ്ട്. എല്ലാ പ്രാവശ്യവും BJP സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിക്കുമ്പോൾ നിലവിലുള്ള ടീമിൽ 50% ആളുകളെ നിലനിർത്തും, പുതിയ 50% ആളുകളെ പുതുതായിട്ടെടുക്കും. അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ചെയ്യുന്നൊരു രീതി. ഈ പ്രാവശ്യവും നിലവിൽ ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകൾ 50% പേരെ നിലനിർത്തിയിട്ടുണ്ട്.
പുതിയ 50% പേരെടുത്തപ്പോൾ ചില മാനദണ്ഡങ്ങൾ പാർട്ടി മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഏറ്റവും നന്നായി കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിട്ടുള്ള ജില്ലാ പ്രസിഡന്റുമാർ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള ജില്ലയുടെ പ്രസിഡന്റുമാരായി പെർഫോം ചെയ്തിട്ടുള്ള ജില്ലാ പ്രസിഡന്റുമാർ, ആ ജില്ലാ പ്രസിഡന്റുമാർക്ക് ഈ പ്രാവശ്യം സംസ്ഥാന ടീമിൽ അവസരം കിട്ടിയിട്ടുണ്ട്. പാർട്ടിയിലേക്ക് പുതുതായി വന്നിട്ടുള്ള ചില ആളുകളുണ്ട്, അവർക്ക് ഈ ടീമിൽ അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ പൊതുവേ കേരളത്തിൻ്റെ എല്ലാ സാമുദായിക സാഹചര്യങ്ങളും ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്, അതനുസരിച്ചുള്ള പ്രാതിനിധ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമതുലിതമായ ഒരു പട്ടികയാണ് ഇന്നിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഓക്കെ. സെക്രട്ടറി MT രമേശാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.